എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ. വാസ്തുപരമായ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ നമ്മൾ നടത്തിയിരുന്നു. ഇന്നും അതിൻ്റെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. സാറ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം കഴിഞ്ഞ നമ്മൾ കുറേ വിഷയങ്ങളെപ്പറ്റി നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്കുകൾ എന്താണ്? വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞോട്ട് പറയും, ഫോൺ വരുന്ന കോൾസിലൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുമാത്രം കോൾസാണ് വരുന്നത്. എല്ലാ കോൾസും ഞാൻ പരമാവധി എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ചില കോൾസൊക്കെ വളരെ ബലഹീനമായ കോൾസൊക്കെയാണ്. കാരണം ചൂല് എവിടെ വെക്കണം, ചിരുവ എവിടെ വെക്കണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അത്തരം ചെറിയ കാര്യങ്ങൾ വാസ്തുവിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത്തരം ബാലിഷ്ടമായ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക. അതിനുവേണ്ടി ഒരു കോൾ ചെയ്യണ്ട. കാരണം എനിക്കിത് മറുപടി പറയാൻ വയ്യ. ഈ ചൂല് എവിടെ വെക്കണം, ചിരുവ എവിടെ വെക്കണം, അലക്ക് കല്ലിൻ്റെ സ്ഥാനം ഏതാണ്, ഓക്കെ, വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കൺസ്ട്രക്ഷനേക്കാൾ വളരെ ലഘു വെയിറ്റുകളാണ് ഇതെല്ലാം. ബാക്കി ഒരു മാനസികമായിട്ടുള്ള ചില വിഷയങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഒരു വാതിലിൻ്റെ ഫ്രണ്ടിൽ ചൂല് വെക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആ ചൂല് കണ്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക, ആ ഫോട്ടോയുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞില്ലേ പണ്ട്, അതേപോലൊരു രീതിയിലെടുത്തത്. അപ്പോൾ ചൂല് എപ്പോഴും നമുക്ക് അതിന് അനുവദനീയമായ സ്ഥലത്ത് അത് വെക്കാം. അത് ചരിച്ചു വെക്കുക, കിടക്കുക. എനിക്കറിയാത്ത സബ്ജക്റ്റ് വാസ്തുവിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് അതിന് ഉത്തരം പറയാൻ വയ്യ. വാസ്തുവല്ല, അത് മറ്റെന്തെങ്കിലും ശാസ്ത്രങ്ങളോളജി ഇതിലായിരിക്കാം. പക്ഷെ എൻ്റെ സെക്ഷൻ അതല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മരങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പൊ ഈ മരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആഗ്നേയത്തിലൊരു തെങ്ങിനെ കുറിച്ച് ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട്. അതല്ലാതെ നോർത്ത് ഈസ്റ്റിൽ ഒരു കാരണവശാലും നിങ്ങൾ മരം വയ്ക്കരുത്. വടക്ക് കിഴക്കിന് ഒരു പ്രാധാന്യം വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിൽ ഒരു ചെറു ചെടിയാണെങ്കിൽ പോലും അത് അനുവദനീയമാണ്. പക്ഷെ ഞാനത് ചെടി വയ്ക്കാൻ പറഞ്ഞ് ഇവരത് കാട് വളർത്തും. കാരണം അത് വീട്ടിന് തരുന്ന ഐശ്വര്യം, നോർത്ത് ഈസ്റ്റ് വീട്ടിന് തരുന്ന ഐശ്വര്യം എന്താണെന്നുള്ളത് അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടും അത് പല ഭാഗത്തും വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ എന്നെ കർശനമായി തടുക്കുന്നത്. നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾ ചെടികൾ വെക്കുന്നതിനേക്കാൾ വലിയ അപകടമാണ് അവിടെ ചെടിച്ചട്ടികൾ വെക്കുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, അതേപോലെ തന്നെ വീടിൻ്റെ ഒരു ഭാഗമാണ്, അതേപോലെ ഭൂമിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ മതിലും, ശരീരത്തിൻ്റെ ഭാഗമാണ് കൈകാലിൽ. അപ്പോൾ ഇതിനൊക്കെ ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ട്. എക്സ്ട്രാ പോകുന്ന വെയിറ്റ്, അത് നമ്മുടെ കൈയുടെ മേളിൽ നമ്മളൊരു ചെറിയൊരു വെയിറ്റ് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നുന്നത് പോലെ തന്നെയാണ് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ചെടിച്ചട്ടികൾ, ചെറു ചെടികളല്ലേ എന്ന് പറഞ്ഞ് ചെടിച്ചട്ടികളിൽ മണ്ണ് നിരത്തി ആ ചെടിച്ചട്ടികൾ വർണ്ണശബളമായ രീതിയിൽ അവിടേക്ക് അടുക്കി റൗണ്ട് ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഫലത്തിൽ നോർത്ത് ഈസ്റ്റിൽ വെയിറ്റ് കൂടുന്നു, പ്ലസ് ചെടി. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചെടി മരങ്ങളൊക്കെ വളർത്താം. ഉയർന്ന മരങ്ങൾ കന്നി ഭാഗത്തും, രണ്ടാം തരം മരങ്ങൾ നിങ്ങൾക്ക് ആഗ്നേയ ഭാഗത്തും, അതിൽ നിന്ന് മൂന്നാം തര ഉയരഭാര കുറവുള്ള മരങ്ങൾ നിങ്ങൾക്ക് വായുവ്യത്തിലും. നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾ ഒരു ചെറുചെടി പോലും ഇല്ലാതെ സൂക്ഷിക്കുക, വെയിറ്റ്ലെസ് ആയിട്ട് സൂക്ഷിക്കുക. അപ്പം അങ്ങനെ ഒരു ക്ലിയർ ആയില്ലേ എവിടെയൊക്കെയാണ് വയ്ക്കുക. അപ്പോൾ ഈ കോൾസിൽ കൂടുതൽ വരുന്ന ഒരു പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് അത് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. കാരണം എല്ലാ ദിവസവും നമുക്കിത് പറഞ്ഞു പോകാൻ പറ്റില്ല. വേറെ ഒത്തിരി ആൾക്കാർ പുതിയ പുതിയ സബ്ജക്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സാർ, നമ്മുടെ ഈ ആളുകൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, നമുക്കും ഇതിൻ്റെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും സാറിന് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല, ദൂരം ഉണ്ടാവും, പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊരു വീട് വെക്കുന്ന ആവശ്യമായിട്ടായിരിക്കും എല്ലാവരും നമ്മളെ കോൾ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, പക്ഷെ എങ്ങനെ അവർക്ക് നമുക്കൊരു നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇത് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളതല്ല, നമുക്ക് അതിന് അവർക്ക് ക്ഷമയില്ല. എനിക്ക് എല്ലാ ഭാഗത്തും എത്താൻ പറ്റും. പക്ഷെ ചില ആൾക്കാരൊക്കെ ഓക്കെ, അത് നമ്മൾ ഓക്കെ, വർക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശല്യം ചെയ്യണം. അവർക്ക് അങ്ങനെ വളരെ മാന്യമായിട്ടുള്ള സ്നേഹത്തോടെ തന്നെയാണ് അവർ വേഗം വരണമെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് എത്തിപ്പെടാനൊരു പരിധികളില്ലേ. കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് പല ഭാഗങ്ങളിലും പോകുന്നുണ്ട്, ചില സമയങ്ങളിലൊക്കെ വിദേശത്തും പോകുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ നിങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വീട് സ്ഥലം തിരഞ്ഞെടുക്കാൻ എന്നെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എളുപ്പ വഴികൾ പറഞ്ഞുതരാം. എപ്പോഴൊരു സ്ഥലം തിരഞ്ഞെടുത്താലും അതൊരു ചതുരമായ രീതികളിലാണോ എന്നുള്ളത് നോക്കണം. ഇത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു ചതുര രീതിയിലുള്ള പ്ലോട്ടാണെന്ന് നോക്കുക. അത് കഴിഞ്ഞ് വടക്ക് കിഴക്ക് ഓട്ടോമാറ്റിക്കലി അതിനൊരു ചെറിയൊരു താഴ്വാരം ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് സ്ട്രീറ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഒരു വഴി വന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ മുട്ടി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു പോകുന്ന ചില പ്ലോട്ടുകളുണ്ടല്ലോ, അതിൽ വീടിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഉച്ചനീച്ച ഭാഗങ്ങളിൽ എവിടെയാണ് ആ സ്ട്രീറ്റ് ഒന്ന് ഫിറ്റായി ലെഫ്റ്റ് റൈറ്റ് തിരിയുന്നതെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പരിസരത്ത് മറ്റെന്തെങ്കിലും ഉയർന്ന ബിൽഡിങ്ങുകളോ ഉയർന്ന മരങ്ങളോ, നമുക്കൊരിക്കലും നമ്മുടെ തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ നോർമൽ ഒരു വീട് കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈസ്റ്റ് ക്ലോസ് ആയി പോകും.
അപ്പം അതിനാണ് എപ്പോഴും കന്നിമൂല എന്ന് പറയുന്നത് പടിഞ്ഞാറും തെക്കും ചേരുന്ന ഒരു കോർണറാണ്. ആ ഭാഗത്തോട്ട് മാക്സിമം നമ്മൾ വീട് പിന്നിലോട്ട് വെച്ച് കെട്ടുമ്പോൾ നമ്മുടെ കിഴക്കിലും വടക്കിലും സ്ഥലം കൂടുതലാവുന്നു. അപ്പോൾ സൂര്യപ്രകാശം കിഴക്കിലൂടെയും വടക്കിലൂടെയും നമുക്ക് വളരെ യഥേഷ്ടം കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു വീട് കെട്ടാൻ പറ്റുമോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അതിനുശേഷം അങ്ങനെ ഒരു നല്ല മാന്യമായ ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആദ്യം അതിനെ കോമ്പൗണ്ട് ചെയ്യണം. അപ്പോഴവിടെ ഒരു വാസ്തു അന്നേ സ്റ്റാർട്ടാവും. അതിനുശേഷം വടക്ക് കിഴക്ക് ഒരു ജലം സാധ്യതകൾ കണ്ടുപിടിക്കുന്ന ടെക്നീഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്, അവരെ കൊണ്ടുവച്ച് കറക്റ്റായിട്ട് വടക്ക് കിഴക്ക് പൊസിഷനിൽ ഒരു കിണർ കുഴിക്കുക. ആ കിണറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടാവണം ഈ വീടിന്റെ മറ്റ് കെട്ടുമാന പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇതൊരു ഫസ്റ്റ് ക്വാളിറ്റി വർക്കലാണ് പറയുന്നത്. എല്ലാവർക്കും ഇത് കൃത്യമായി പാലിക്കാൻ പറ്റാം എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെ കഴിയുമെങ്കിൽ, കാരണം ഒരു വീട് എന്ന് വെച്ചാൽ തലമുറ കൈമാറേണ്ട ഐശ്വര്യം എല്ലാം ഒളിഞ്ഞിരിക്കുന്നത് വീട്ടിലൂടെയാണ്. കാരണം സൂര്യവെളിച്ചമാണ് വാസ്തു. സൂര്യവെളിച്ചം വീട്ടിനുള്ളിലോട്ട് കടന്നു വരണമെങ്കിൽ ആ വീട് അതിന് പാകമായിരിക്കണം. അപ്പോൾ വടക്ക് കിഴക്കിലൂടെ കൂടുതൽ സ്ഥലം വിട്ട് വീട്ടിനുള്ളിലോട്ട് വെളിച്ചം വരാനുള്ള സംവിധാനം തുടക്കത്തിൽ നമ്മൾ ലാൻഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ റെഡ് ആംഗിൾ സ്റ്റൈഡ് വീടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വടക്കിലോ കിഴക്കിലോ എന്തെങ്കിലും നമുക്കൊരു കട്ടായി പോകും. കാരണം വീട് അതേപോലെ നമുക്ക് നീട്ടേണ്ടി വരും. അതല്ലാതെ തന്നെ ആ വീട് കെട്ടുമ്പോൾ കന്നിഭാഗം ചേർത്ത് വീട് കെട്ടുവാൻ ശ്രമിക്കുക. വടക്ക് കിഴക്കിൽ കൂടുതൽ സ്ഥലം ഉപയോഗിക്കുക. അപ്പോൾ കോമ്പൗണ്ടായി, ബോറായി, ആ ബോർ വെല്ലുന്നാണ് നിങ്ങൾ തിരിച്ച് വെള്ളമെടുത്ത് ഈ വീടുകൾക്ക് ഉള്ള ആവശ്യത്തിനുള്ളത്. അപ്പം അവർ ചോദിക്കും, ഞങ്ങൾക്ക് കിണറില്ല എന്നായിരുന്നല്ല, ആ വീട്ടിനൊരു വാട്ടർ സോഴ്സ് വേണമല്ലോ. അപ്പോൾ കിണറോ ബോറോ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം അത് ചെയ്തിട്ട് വീട് കെട്ടാം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയായില്ലേ? ഇനി കെട്ടിത്തുടങ്ങേണ്ട രീതികളിൽ, അതായത് വാസ്തു ബേസ് ആണ് ഈ പറയുന്നത്. കെട്ടിത്തുടങ്ങേണ്ട രീതികളിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിനകത്ത് എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ കന്നിമൂലയിൽ ചേർന്ന് ഒരു വലിയൊരു കുഴിയെടുക്കും. കന്നിമൂലയിൽ വലിയൊരു കുഴിയെടുക്കും. ഒരു 3-4 ആൾക്കാർക്ക് ഇറങ്ങി നിൽക്കാൻ പാകത്തിന് കന്നിമൂലയിൽ വലിയൊരു കുഴിയെടുക്കുക. കുഴിയെടുത്തിട്ട് അതിനുള്ളിൽ കല്ലിറക്കി വെക്കാം. അവിടെ തന്നെ വാസ്തു രീതികളിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് തോട്ട് ആയിക്കഴിഞ്ഞു. അപ്പോൾ ആ വീടിന്റെ പ്രാഥമികമായിട്ടുള്ള കെട്ടുമാന രീതികൾ കന്നിമൂല കുഴിച്ചുകൊണ്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു വാസ്തുദോഷം ആ ലാൻഡ് പേറിക്കഴിഞ്ഞു, ആ ലാൻഡിന്റെ ഉടമസ്ഥർ പേറിക്കഴിഞ്ഞു. ഇത് ഉണ്ടാകാതിരിക്കാനാണ് സമാന്തരമായി വടക്ക് കിഴക്കിൽ ആദ്യം കിണർ കുഴിക്കാൻ പറയുന്നത്. അപ്പോൾ കന്നിമൂലയ്ക്ക് മുമ്പേ അതിനേക്കാൾ താഴ്ന്നതും വലുതുമായിട്ടുള്ള മറ്റൊരു കുഴി വടക്ക് കിഴക്കിൽ യഥാസ്ഥാനത്തെത്തി കഴിഞ്ഞു. പിന്നെ കന്നിമൂലയിൽ നിങ്ങൾ കുഴിക്കുമ്പോൾ ഈ വാസ്തു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരില്ല. കാരണം ഓപ്പോസിറ്റ് വെയിറ്റ് താഴ്ച ഉണ്ടല്ലോ അന്ന്. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ഞാൻ ഈ കിണർ അല്ലെങ്കിൽ ബോർ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത് മനസ്സിലായി. അതല്ലാതെയും ഒരു വെള്ളം, നോർത്ത് ഈസ്റ്റിന്റെ വെള്ളം, വടക്ക് കിഴക്കുള്ള വെള്ളം എടുത്ത് വീട് കെട്ടുന്നത് മഹാ ഐശ്വര്യമാണ്. അതല്ലാതെ ഇത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ കുഴിക്കുമ്പോൾ കന്നിമൂല സെലക്ട് ചെയ്യാം. കന്നിമൂല സെലക്ട് ചെയ്തതിന് ശേഷം വടക്ക് കിഴക്കുന്നാണ് കുഴി തുടങ്ങേണ്ടത്. ഇങ്ങനെയാണ് പ്രാഥമിക വാസ്തു പറയുന്നത്. ഇന്നും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കുന്ന് വാനം വിടണം. അതായത് കുഴി, ഫൗണ്ടേഷനുള്ള കുഴി വടക്ക് കിഴക്കുന്ന വായുവത്തിലോട്ട്, രണ്ടാം തരമായി വടക്ക് കിഴക്കുന്ന ആഗ്നേയത്തിലോട്ട്, മൂന്നാമത് വായുവിൽ നിന്ന് കന്നിയിലോട്ട്, നാലാമത് അഗ്നിയിൽ നിന്ന് കന്നിയിലോട്ട്, ഇങ്ങനെ കുഴി വരണം ബേസ്. ഇത് കഴിഞ്ഞതിന് ശേഷം കന്നിയിൽ കല്ലിടുക. കാരണം കുഴി എപ്പോഴും നോർത്ത് ഈസ്റ്റിനെ പ്രഥമം ചെയ്യാവൂ. വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസ് വരുമ്പോഴത്തേക്കും അത് കന്നിക്ക് പോകണം. ഇത് ചെയ്തതിനു ശേഷം കന്നിയിലാണ് ആദ്യം കല്ലിറക്കേണ്ടത്. അതിനാണ് കല്ലിടൽ. കന്നിയിൽ കല്ലിറക്കി അവിടെ നിന്ന് നിങ്ങൾ വെയിറ്റ് ആദ്യം കന്നിയിൽ നിന്ന് അഗ്നിമുലയിലോട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നിൽ മറ്റൊരു ടീം കന്നിയിൽ നിന്ന് വായുവത്തിലോട്ട് കൊണ്ടുവരിക. അത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ ടീം സ്റ്റാർട്ട് ചെയ്ത് കന്നിയിൽ നിന്ന് ഈശാന്യത്തിലോട്ട് എത്തിക്കുക. അത് കഴിഞ്ഞ് വായുവത്തിൽ നിന്ന് ഈശാന്യത്തിലോട്ട് എത്തിക്കുക. അപ്പോൾ 4 ചതുരം ക്ലിയർ ആയില്ലേ? ഇത് വാസ്തു ബേസ് ആണ്. ഇങ്ങനെ തന്നെ കൃത്യമായി ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ സാമ്പ്രദായികമായി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും വലിയൊരു നിയമത്തിനെ തച്ചുടയ്ക്കാനല്ല ഞാൻ ഈ പറയുന്നത്. താല്പര്യമുള്ളവർക്ക് എങ്ങനെ ചെയ്യും, ഇതാണ് വാസ്തുവിന്റെ ബേസ്. ഇവർക്ക് എങ്ങനെയും കുഴിച്ച് കല്ലിട്ടാൽ പോരെ. അത് ഈ പണിക്കാരുടെ ഉപദേശം കൂടുതൽ കേൾക്കാതിരിക്കുക. അവർ സമർത്ഥമായ കലാകാരന്മാർ, പണിയിലാണ് അവർ വിദഗ്ധർ. അവർ പണിയിൽ ആരോഗ്യമുള്ളവരോ പണിയിൽ വിദഗ്ധർ. അവർ പണി മാത്രം ചെയ്യാൻ പോരാ, ഇത്തരം കാര്യങ്ങൾക്ക് ഇതിനുമായി ബന്ധമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇത് എന്ത് തന്നെ ആണെങ്കിലും വടക്ക് കിഴക്ക് ആദ്യം നമ്മളൊരു കിണർ കുഴിക്കുമ്പോൾ മറ്റെവിടെയെങ്കിലും കെട്ടുമാന രീതികൾ നിങ്ങൾ ബേസ്മെന്റിൽ ചെയ്യുന്ന തെറ്റുകളോ അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടതും അവസാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാറിപ്പോവുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ വടക്ക് കിഴക്കൊരു കുഴിയുണ്ട്. അത് കിണറിന്റെ രൂപത്തിലാണെങ്കിലും ആ വടക്ക് കിഴക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞതിനും വേഗം നിങ്ങൾക്ക് പണി തീരും. അപ്പം ആദ്യം കോമ്പൗണ്ട്, വടക്ക് കിഴക്ക് കുഴി, പിന്നെയാണെങ്കിലോ
അസ്ഥിവാരം, അതായത് നമ്മുടെ ബേസ്മെന്റിനുള്ള കുഴി എടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് തുടങ്ങി കന്നിയിൽ അവസാനിക്കുക. കല്ലിടുമ്പോൾ ഭാരങ്ങൾ വെച്ച് കല്ലിടുമ്പോൾ കന്നിയിൽ നിന്ന് തുടങ്ങി ഈശാന്യത്തിൽ അവസാനിക്കുക. അപ്പം ബേസ്മെന്റ് ഒരു ആയി കഴിഞ്ഞില്ലേ? ഓക്കെ. സാറ് ഈ മാസത്തിൽ എവിടെയോ പുറത്ത് പോകണം, ദുബായിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അവിടെയുള്ള പ്രേക്ഷകരും സാർ അവിടെ വരാനും ഒന്ന് കൺസൾട്ട് ചെയ്യാനും ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായും അത് ചോദിച്ചത് നന്നായി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാസം 20-ാം തീയതി പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്നെ നേരിട്ട് കാണണം, എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണം, ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളോ നിങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ ഇൻഡിവിജ്വൽ വീടോ എന്തെങ്കിലും ഉണ്ട്, കാണിക്കണം അല്ലെങ്കിൽ കാണണം, കൺസൾട്ട് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഈ മാസം, ഇത് ജനുവരി 20-ാം തീയതിക്ക് ശേഷം ഒരാഴ്ച ഞാൻ ദുബൈയിലുണ്ടാവും. ആരെങ്കിലും വന്ന് കാണാനോ സംസാരിക്കാനോ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഈ നമ്പർ എൻ്റെ നമ്പർ തന്നെയാണ്. കഴിഞ്ഞ വട്ടവും ഞാൻ ഈ നമ്പർ തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചത്. എൻ്റെ നമ്പറിൽ ഒരു മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് അവിടെ ലോക്കൽ നമ്പറിന് ഞാൻ തിരിച്ച് വിളിച്ചോളാം. താങ്ക് യു. ഇപ്പം നമ്മൾ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ മുതൽ ബേസ് കെട്ടുന്നത് വരെ നമുക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞിട്ടില്ല, നമുക്ക് വീടിനെ ഈ മൊത്തത്തിൽ പണിതെടുക്കണം. അപ്പം മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡയറക്റ്റ് സാറിനെ കോൺടാക്റ്റ് ചെയ്യാം. സാറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മനോഹര എപ്പിസോഡുമായി വീണ്ടും കാണാം.